അടിയുടെ തുടക്കം പള്ളിപ്പെരുന്നാളിൽ. പിന്നെ അങ്ങോട്ട് എന്തായിരുന്നു പുകിൽ. വലിയ സംഭവം ഒന്നുമല്ല ചിത്രമെന്ന് മമ്മൂട്ടിയും അണിയറ പ്രവർത്തകരും ഒന്നടങ്കം പറഞ്ഞെങ്കിലും വരുന്നതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആരാധകർ. ആ കണക്കുകൂട്ടൽ തെറ്റിയില്ല. അടിയുടെ വെടിക്കെട്ട് പൂരം. ചാടി മറിഞ്ഞ് മമ്മൂട്ടി പറന്നടിച്ചപ്പോൾ വാ പൊളിച്ച ആ മാസ് നോക്കി നിന്ന വില്ലൻ വെട്രിവേൽ ഷൺമുഖ സുന്ദരം. അയാളാണ് ഈ കഥയിൽ താരം. അതിശക്തനായ ഒരു വില്ലൻ ഉണ്ടാകുമ്പോഴാണല്ലോ നായകൻ കൂടുതൽ ശക്തനാകുന്നത്. വെട്രിവേൽ ഷൺമുഖ സുന്ദരത്തിന്റെ ചിരിയിലും നോട്ടത്തിലും എന്തിനേറെ ഓരോ ചുവടിൽ പോലും ആ വില്ലൻ തെളിഞ്ഞു നിന്നു. മാസ് ഇൻട്രോ നൽകി മലയാളത്തിലേക്ക് വരവേൽക്കുകയാണ് രാജ്ബി ഷെട്ടി എന്ന നടനെ. വില്ലൻ കഥാപാത്രങ്ങൾ കൈക്കുള്ളിൽ വെച്ച് ആറാടുന്ന രാജ്ബി ഷെട്ടി കന്നഡ സിനിമകളിലെ ഓൾ ഇൻ വൺ ആണെന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട. അത്രമാത്രം സ്റ്റഫുണ്ട് അയാൾക്കുള്ളിൽ. കന്നഡ സിനിമയിൽ നടനായും സംവിധായകനായും ഇൻഡസ്ട്രിയെ കൈക്കുള്ളിലാക്കിയ രാജ്ബി ഷെട്ടി ഇന്ന് പാൻ ഇന്ത്യൻ വില്ലനാണ്. കർണാടകയിൽ ഭദ്രാവതിയിൽ ജനനം. റേഡിയോ ജോക്കിയായാണ് തുടക്കം. പിന്നീട് നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയത്തിലേക്കുള്ള ചുവടുവയ്പ്. സിനിമയോടുള്ള അടങ്ങാത്ത ഭ്രാന്ത് അയാളെ ബിഗ് സ്ക്രീനുകളിൽ എത്തിച്ചു. തീർന്നിട്ടില്ല, കഥ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. സ്വന്തം തിരക്കഥയിലും സംവിധാനത്തിലും ആദ്യ ചിത്രം ഒഡ്ഡുമൊട്ടൈ കഥൈ 2017 പുറത്തിറങ്ങുന്നു. ചിത്രത്തിൽ നായകനായി അഭിനയം. ചരിത്രം ഇവിടെ കുറിക്കപ്പെടുന്നു. അന്നുവരെ കണ്ട എല്ലാ നായക സങ്കല്പങ്ങളെയും തച്ചുടച്ച് ഒരു കഷണ്ടി തലയുള്ളയാൾ നായകനാകുന്നു. ഡോക്ടർ രാജ്കുമാറിന് കന്നഡ സിനിമാ ലോകം ഇന്നുവരെ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ആദരവ് കൂടിയായിരുന്നു ഈ ചിത്രം. ബോഡി ഷേമിംഗ് എന്ന അതികാഠിന്യമുള്ള വിഷയത്തെ നർമ്മത്തിൽ ചാലിച്ച് അവതരണം. ജനാർദ്ദന എന്ന കഥാപാത്രം തിയേറ്ററുകളിൽ നിറഞ്ഞാടി. പിന്നീട് രാജ്ബി ഷെട്ടി തനിക്കായി എഴുതിയത് അടിമുടിയൊരു ഇടിപ്പടമായിരുന്നു. ഗരുഡഗമനം വൃഷഭവാഹന. അതിലയാൾ ശിവയായി അവതരിച്ചു. സംവിധാനവും ഇദ്ദേഹം തന്നെ. അന്നുവരെ കണ്ട കന്നഡ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായൊരു ഗാങ്സ്റ്റർ പടം. വില്ലനായി അവതരിച്ച ശിവയെ ഇരു കൈയും നീട്ടിയാണ് സിനിമാ പ്രേമികൾ സ്വീകരിച്ചത്. ഈ സിനിമയാണ് രാജ്ബി ഷെട്ടിയുടെ കരിയറിൽ വലിയൊരു മുതൽക്കൂട്ടായത്. മനുഷ്യന്റെയും നായയുടെയും സ്നേഹബന്ധത്തിന്റെ കഥ പറഞ്ഞ ചാർലിയും കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ കാന്താരയും അങ്ങനെ ആ കൂട്ടുകെട്ടിന് പിറവിയെടുക്കുന്നു. ഋഷഭ് ഷെട്ടി, രാജ്ബി ഷെട്ടി, രക്ഷിത് ഷെട്ടി ഇവരുടെ സൗഹൃദ വലയത്തിൽ പിറവികൊണ്ട ഒരു പിടി നല്ല ചിത്രങ്ങൾ കന്നഡയിൽ റെക്കോർഡുകൾ വാരിക്കൂട്ടുന്നു. ഈ കൂട്ടുകെട്ട് പ്രസിദ്ധമാകുന്നു. സ്വന്തം തിരക്കഥയിലെ നായകനെ അവതരിപ്പിച്ച് അവിസ്മരണീയമാക്കിയ കഥാപാത്രമായിരുന്നു ടോബി എന്ന ചിത്രത്തിലേത്. പല വേഷത്തിൽ രൂപമാറ്റം വരുത്തി ടോബിയിലും രാജ്ബി ഷെട്ടി വിസ്മയിപ്പിച്ചു. അങ്ങനെ 8 വർഷം കൊണ്ട് 12ഓളം സിനിമകളിലൂടെ അയാൾ ഒരു ബ്രാൻഡായി മാറി. നിരവധി അവാർഡുകൾ വാരിക്കൂട്ടി. ഇപ്പോഴിതാ മലയാളികളെയും കോരിത്തരിപ്പിക്കുന്നു. മമ്മൂക്കയ്ക്കൊപ്പം മലയാളത്തിലേക്ക് കാലെടുത്തു വെച്ച രാജ്ബി ഷെട്ടി ഇവിടെയും അരങ്ങ് തകർക്കുകയാണ്.